ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ പാത്രങ്ങൾ എവിടെ നിന്നാണ്, ചട്ടി എവിടെ നിന്നാണ്. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് എവിടേക്കാണ് കിട്ടുക എന്നുള്ളത് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ പേര് ചന്തക്കുട്ടി മുശാരി മുജുകുന്ന്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിലെ മൂടാട് വില്ലേജിലെ മുജുകുന്നിൽ. ഇത് പരമ്പരാഗതമായിട്ട് എത്ര കാലങ്ങളായിട്ട് എടുക്കുന്നതാണ്. നമ്മളെ അച്ഛനും മുത്തപ്പന്മാരൊക്കെ പണ്ട് എടുത്തു വരുന്ന കാര്യങ്ങളാണ്. അത് ഇതുവരെ താവയിൽ ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ മകനെടുത്ത് തുടങ്ങി അങ്ങനെ പോകുന്നു. 5-10 തലമുറയായി ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ ഇതിൻ്റെ പണിയാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇത് അതിനെ കാണും. അങ്ങനെ അച്ഛനില്ലാത്ത സമയത്ത് ചിലത് ഞാനിങ്ങനെ ചിലത് മോൾഡ് ചെയ്യും. അങ്ങനെ ചെറുപ്പത്തിലെ ഞാൻ മോതിരം പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മോൾഡ് ചെയ്ത് അങ്ങനെ അച്ഛൻ കാണാണ്ട് വാർക്കും. പിന്നെ അങ്ങനെ അത് പിന്നെ വെളിവിലായി. ചില എനിക്ക് അതിലൊരു ആകാംക്ഷ ഇത് പഠിക്കണമെന്നുള്ള. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അന്ന് ഈ പണികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അന്ന് മൂശാരിമാരും കൊല്ലപ്പണിക്കാരൊക്കെ പരമ്പരാഗത തൊഴിലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്നത് പോയി. ഇന്ന് എന്തെങ്കിലും ഒരു കുട്ടികളുണ്ടായാലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഈ സാധാരണയുള്ള ഈ പരമ്പരാഗത തൊഴിൽ കംപ്ലീറ്റ് എല്ലാവരും രക്ഷിതാക്കന്മാരും എല്ലാവരും ഒഴിവാക്കുക. എൻ്റെ പണിയോ പഠിക്കണ്ട എന്നൊരു ചിന്താഗതിയുണ്ട്. അത് മാറിയെങ്കിൽ മാത്രമേ ലോകം നന്നാവൂ. ഇപ്പം ഞാൻ മൂശാരിയാണ്. എൻ്റെ ഓനെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനായക്കായിട്ടല്ല. ഓൻ ഉദ്യോഗസ്ഥൻ കിട്ടേണ്ട വഴിയൊക്കെ ഉണ്ട്. പക്ഷേ ഓനിത് പഠിക്കണമെന്ന് പറഞ്ഞ് പഠിച്ചോന്ന് പറഞ്ഞു. ഇപ്പോൾ ഓൻ എന്നെക്കാൾ കവച്ച് വെച്ച് പറമ്പളൊക്കെ കണ്ണാടിയിലുണ്ടാക്കി ഇതായില്ല. അതുപോലെ നമ്മളെ മക്കളെ ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ അതുപോലെ അതിൽ വിട്ടേക്ക്. നിർബന്ധിച്ച് ജോലി വെച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ആരുമില്ല. ഈ അച്ഛൻ മൂശാരിയെ കണ്ട് വളർന്ന് ഈ ഒരു ഉരുളി ഉണ്ടാക്കാനുള്ളത് പഠിക്കുന്നതും അതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ജനറേഷൻ പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ അഭിലാഷ് എന്ന് പറഞ്ഞ മൂശാരിയുടെ മകനെ കണ്ടതും അവന് ഇത്രത്തോളം ഇൻട്രസ്റ്റ് ഈ ഉരുളി ഉണ്ടാക്കാനും. അതിൻ്റെ ഒരു ജേണിയാണ് ഞാൻ ഈ ഉരുളി വീഡിയോ കൂടെ തുടങ്ങി വെച്ചത്. അഭിലാഷേ, ഒരു ഉരുളി ഉണ്ടാക്കാൻ എത്ര ദിവസം പിടിക്കും? ഒരു 2.5 ആഴ്ച. ഈ ഉരുളി എന്ന് പറയുന്ന ഈ മെറ്റലുണ്ടല്ലോ, അതെന്താ ശരിക്കും? 2 ടൈപ്പ് ഉണ്ട്. സാധാ നല്ലത് പറഞ്ഞാൽ മതി. നല്ലത് വെള്ളോട്. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ എന്താ? ഇംഗ്ലീഷ് ആകുമ്പോ ബ്രോൺസ് എന്ന് പറയും. ബ്രോൺസ്. ഓക്കെ. ഇതാണ് കോപ്പർ. കോപ്പർ. ഇതാണ് ടിന്ന് വെള്ളിയാണ്. ഇത് കോപ്പർ എവിടുന്നാ കിട്ടുക? ഇത് റെഡിമെയ്ഡ് കുഴിച്ചെടുത്തിട്ട് ചെമ്പിന്റെ ഷീറ്റ് വരുന്നതാണ്. ഇത് സിങ്ക്. ഇത് വില കുറഞ്ഞ സാധനമാണ്. ഇത് ചേർത്താലും ഉരുളി ഉണ്ടാക്കാം. പക്ഷെ കളിക്കുകയും ചെയ്യും, ഉപയോഗിക്കാൻ പറ്റില്ല. ലോക്കൽ സാധനം. അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാനികരാണ്. റെഡിമെയ്ഡാ. അത് ക്ലാവ് വരും, ഒക്കെ അസിഡിറ്റി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. മറ്റേ ഇത് മറ്റേതാകുമ്പോ ഒന്നും ഉണ്ടാകില്ല. ഇത് വില കുറച്ച് കൊടുക്കാം. ഇത് വില കുറച്ച് കൊടുക്കാം. മറ്റേ വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഹാൻഡ് മെയ്ഡ് ആണ്, ഇത് മെഷീൻ മെയ്ഡ് ആണ്. അപ്പൊ ഇന്നിപ്പോ നീ എനിക്ക് എത്ര വലിയ ഉരുളിയാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? 9 ഇഞ്ച്. അത് നല്ല വീട്ടിലൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസ്. അപ്പോൾ അത് ആദ്യം തന്നെ എന്താ ചെയ്യുക അത് ഉണ്ടാക്കാൻ? ആദ്യമായിട്ട് ഒരു ഉരുളിയുടെ ഏതാ സൈസ് വേണമെന്ന് വെച്ചാൽ ആ സൈസ് അനുസരിച്ചുള്ള മോൾഡാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അത് ചാണകവും ഈ കളിമണ്ണ് മിക്സ് ചെയ്ത മണ്ണ് കൊണ്ടാണ് ആ മോൾഡ് ആദ്യം ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് മെഴുക് പരത്തി ഷീറ്റാക്കുന്നു. ആ ഷീറ്റ് ഇങ്ങനെ ഈ മോൾഡിൻ്റെ പുറത്ത് ചൂടാക്കിയിട്ട് പുറത്ത് കവർ ചെയ്യണം. എന്നിട്ട് അത് ഈ മെഴുകിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഈ പുറത്ത് വരും. ഉരുളീൻ്റെ എന്താ വേണ്ട ഡിസൈൻ വെച്ചാൽ അതൊക്കെ ഇതിൻ്റെ പുറത്ത് ഈ മെഴുകിലാണ് കടഞ്ഞെടുത്ത് ചെയ്യുക. ഒരു സൈസ് ഉരുളി ഒറ്റ മോൾഡിലാണ് ഒരു തവണ മാത്രമേ കിട്ടുള്ളൂ. ആ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പോയി. 2-3 ഉരുളി ഉണ്ടാക്കണമെങ്കിൽ 2-3 മോൾഡ് തന്നെ വേണം. ഒരു മോൾഡിൽ ഒറ്റ ഉരുളി മാത്രമേ ചെയ്തെടുക്കാൻ പറ്റൂ. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ അരച്ച മണ്ണ് നൈസായിട്ട് അരഞ്ഞാൽ നല്ല 4 തവണ അരച്ചെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അത്ര ഈ മോൾഡിൻ്റെ ഫിനിഷിങ് എല്ലാം ഈ ഫസ്റ്റ് ലെയറായിട്ട് വരുന്ന ഈ മണ്ണിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വരിക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു 5 ലെയർ കട്ടിയിൽ മണ്ണ് കവർ ചെയ്യണം. ഇത് ഓരോ തവണ ഉണങ്ങി വന്നിട്ട് ആദ്യത്തെ വെയിലത്ത് വെക്കില്ല. ആദ്യത്തെ ലെയർ മണ്ണ് തേച്ചാൽ നിഴലിൽ വെച്ച് കാറ്റിലാണ് ഇത് ഉണങ്ങിയെടുക്കുക. പക്ഷെ അധികം വെയിലായി മെഴുക് ഉരുകി പോരും മണ്ണിൻ്റെ കൂടെ.
അത് കാരണം ആദ്യം നിഴലിൽ വെച്ച് ഉണക്കുന്ന ഈ ഫസ്റ്റ് ലെയറായിട്ടുള്ള മണ്ണ് വെയിൽ കൊള്ളിക്കില്ല. രണ്ടാമത് കോട്ടിങ്ങാണ് വെയിലത്ത് വെക്കുക. മൂന്നാമത് അങ്ങനെ ഉണങ്ങി ഓരോ തവണ ഉണങ്ങി മോൾഡ് ഇത് ഹാർഡായിട്ട് വരും. അപ്പോൾ ഏകദേശം ഉണങ്ങി വരുമ്പോൾ എന്താ ഒരാഴ്ച എന്തായാലും എടുക്കും. എന്നിട്ട് ഉണങ്ങി എടുത്തിട്ട് ഈ മോൾഡ് ചൂടാക്കിയിട്ട് മെഴുകിൻ്റെ ഉള്ളിൽ കൂടി ചോർത്തി എടുക്കുന്നു. അപ്പോൾ ഈ മെഴുക് ഈ നിന്ന ഗ്യാപ്പിൽ ഒരു ഹോളായിട്ടുണ്ടാവുക. ആ ഉരുളിയുടെ ആ മോൾഡ് ഈ ഹോളായിട്ട് അവിടെ ഉണ്ടാവും. അതിലേക്ക് ഈ ഉരുക്കിയ ഓട് നിറച്ച് ഫില്ല് ചെയ്യണം. എന്നിട്ട് അതൊരു 2-2.5-3 മണിക്കൂർ കൊണ്ട് അത് ആ മണ്ണ് തട്ടിയെടുത്ത് പോളിഷ് ചെയ്ത് എടുക്കുന്നു. ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 ഓടിൻ്റെ ഗുണമാണ്. വെള്ളോടുണ്ട്, സാധാ ഓടുണ്ട്. ഇതെന്ന് വെച്ചാൽ വെള്ളോടാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനം. അത് ടിന്ന്, കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പും വെളുത്തിയും അതിൻ്റെ മിക്സിംഗ് ആണ് ഈ വെള്ളോട് എന്ന് പറയുന്നത്. അതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ല വെച്ചാൽ പണ്ടേ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഈ വെള്ളോടിൻ്റെ ഈ സാധനമാണ് ഉപയോഗിച്ച് വരുന്നത്. അന്ന് ഈ ലോക്കൽ ഈ ഇപ്പോഴത്തെ ഈ അലുമിനിയത്തൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. മണ്ണിൻ്റെ പാത്രം, ഓടിൻ്റെ ഈ ഉരുളി പാത്രങ്ങളൊക്കെ ഉള്ളൂ. അതായത് ഇപ്പം മച്ചും പുറത്തും ഒക്കെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും നല്ല അതിന് വിലയുണ്ട്. കാരണം ക്വാളിറ്റി ഏറ്റവും നല്ല സാധനമാണ്. അത് ഈ ആക്രി ഈ വിലയ്ക്കൊന്നും കൊടുത്തിട്ട് വെറുതെ നശിപ്പിച്ച് കളയണ്ടെന്ന് പറയും. ഈ പാത്രങ്ങളുടെ മേലെയൊക്കെ പേര് എൻഗ്രേവ് ചെയ്ത് വെക്കും. അപ്പോൾ എൻ്റെ അടുത്തുള്ള ചില പാത്രങ്ങളുടെയൊക്കെ എൻ്റെ ഗ്രാൻഡ് മദർ പേര് കുഞ്ഞാത്തുമ്മ, അല്ലെങ്കിൽ ചില പാത്രത്തിൻ്റെ മേലെ ആയിഷ, എൻ്റെ ഉമ്മ. പാത്രത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, ഈ പാത്രങ്ങളുടെ ഹീറ്റ് കൺസിസ്റ്റൻസി ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ സാധാരണ ഒരു സ്റ്റീലിൻ്റെ, അലൂമിനിയത്തിൻ്റെ ചെമ്പ് നമ്മൾ ഓഫാക്കി ഓണാക്കുമ്പോഴത്തേക്ക് മോസ്റ്റ് ഓഫ് ദി ടൈം അതൊന്നിക്ക് വെട്ടി തിളച്ചു പോവും, അല്ലെങ്കിൽ അതിലിട്ട ഉള്ളിയോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിനങ്ങനെയല്ല. ഇതിൻ്റെ പ്രോസസ്സിൽ ഇത് മെല്ലെ ഹീറ്റാവുള്ളൂ. ആ ഹീറ്റ് എത്രയോ നേരം പിടിച്ചു നിൽക്കും. പിന്നെ നമ്മൾ ഈ സ്ലോ കുക്കിംഗ് എന്നൊക്കെ പറയുന്നില്ലേ, ഇതിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അത് ഈവൻനെസ് ഓഫ് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് മെയിൻ ആയിട്ടുള്ള കാരണം. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്താലും ദിസ് ഈസ് എ സോളിഡ് മെറ്റൽ ബൈ ഇറ്റ് സെൽഫ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചട്ടകെട്ടിട്ടുള്ള ഒരു കൊറോഷനോ അതൊന്നും വരുന്നില്ല. കോട്ടിംഗ് ഇല്ല, പെയിൻറ്റിങ് ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. അതൊക്കെയാണ് ഇതിനെ ഒരു യുണീക്കാക്കുന്ന പ്രത്യേകതകൾ. നമ്മളിപ്പോൾ കൂടുതലായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ എന്താ? ഓർഗാനിക് ഫാമിങ്, ജിമ്മ്, ഹൗ ടു കുക്ക് ഹെൽത്തി, ഇതൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ത് ടൈപ്പ് ഓഫ് മെറ്റലിൽ എന്താ നമ്മൾ കുക്ക് ചെയ്യുന്നതെന്നുള്ളത്? എന്ത് കുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം പഠിക്കണം. ചില കാര്യങ്ങൾക്ക് നമ്മൾ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ കഴിക്കുമ്പോൾ അത് നമ്മളെ അഡ്വേഴ്സ് ഇഫക്ട്സാണ് തരിക. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ മെറ്റലായാലും മൺചട്ടി ആയാലും എന്താണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പാത്രങ്ങളോട് അടുക്കാൻ. എനിക്ക് അറിയുന്ന വിവരങ്ങൾ കേട്ടോ, ഇറ്റ്സ് നോട്ട് വെരി സയൻറ്റിഫിക്, ബട്ട് വാട്ട് ഐ നോ ത്രൂ interviewing these type of people, that is what I'm going to put in front of you. ഈ ഉരുളി ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തെ അയാളുടെ സോൾ ഇട്ടിട്ടാണ് അയാൾ അതുണ്ടാക്കുന്നത്. അതിൻ്റെ പെർഫെക്ഷനിലേക്ക് അയാൾക്ക് വരാൻ ഇയാൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് എന്ത് ഇൻട്രിക്കറ്റാണ്. ഈ ഡിസൈനിലൊക്കെ അയാൾ എത്ര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവും. മേ ബി അത് ഞാൻ ഓൺ ചെയ്ത സമയത്ത് ആ എനർജി ഇൻഡയറക്ട്ലി എനിക്കും വരുന്നുണ്ടാവും. സി ദാറ്റ് ഈസ് ദ പ്ലഷർ ഓഫ് കുക്കിംഗ് ഇൻ സച്ച് ടൈപ്പ് ഓഫ് പോട്ട്സ്.